വെൽക്കം ബാക്ക്. നമ്മൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെറിവേറ്റീവ്സിനകത്ത് ഫോർവേഡ് കഴിഞ്ഞു, ഫ്യൂച്ചർ കഴിഞ്ഞിട്ടില്ല. ഫ്യൂച്ചറിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്കത് ഓപ്ഷനും കൂടെ പറഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷനെ കുറിച്ചാണ്. ആദ്യമേ തന്നെ പറയാം, വീഡിയോ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ്റെ ബേസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യും. സോ നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആണ്, ക്ലാസ് കാണാൻ വില്ലിങ് ആണ് എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് തന്നെ, അല്ലെങ്കിൽ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും. മനസ്സിലായി? സോ മൈൻഡ് അതിന് ആദ്യമേ സെറ്റ് ആക്കുക, എന്നിട്ട് നമുക്ക് ക്ലാസ് കേട്ടാൽ മതി. ഫ്യൂച്ചറും ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്യൂച്ചറിനകത്ത് ഇപ്പോൾ സപ്പോസ് ഞാനും നിങ്ങളും തമ്മിലൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. അവിടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതായത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പയറി ഡേറ്റിനകത്ത് നിങ്ങൾ അത് പെർഫോം ചെയ്തേ പറ്റൂ. 100% നിങ്ങൾ അത് പെർഫോം ചെയ്തേ പറ്റൂ, ഇഫ് നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ പോലും, അല്ലേ? അതായത് വില കൂടുമെന്ന് വിചാരിച്ചുകൊണ്ട് ലോങ് പൊസിഷൻ എടുത്തു, വില കുറയുമായിരുന്നു, സോ നിങ്ങൾക്ക് നഷ്ടം വരും. നഷ്ടം വന്നാലും നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും പെർഫോം ചെയ്തേ പറ്റൂ. മനസ്സിലായോ? നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്, അതായത് ലോസ് ഉണ്ടാവും എന്ന് തോന്നുകയാണെങ്കിലാണ് നമ്മൾ ഹെഡ്ജിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് വെച്ച് പഠിച്ചത്, ലോസ് കുറയ്ക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഓപ്ഷൻ പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അതായത് ഒരു ഫ്യൂച്ചർ ഡേറ്റിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെട്ടു, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്, നമുക്ക് ലോസ് ആണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ലോസ് ആണ് ഉണ്ടാവുന്നത് എന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് ആ വേടി തന്നെ കിടപ്പുണ്ട് ഓപ്ഷൻ, നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പെർഫോം ചെയ്താൽ മതി. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടും എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനും നിങ്ങളും തമ്മിലാണ് ഓപ്ഷൻ്റെ എഗ്രിമെൻറ്റ് എഴുതിയിരിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലാഭം എന്താ? ഇപ്പോൾ ദേ ഈ ഒരു പേന അടുത്ത മാസം 10 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും തമ്മിലൊരു എഗ്രിമെൻറ്റ് എഴുതുന്നു. അടുത്ത മാസം 10-ാം തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. 10-ാം തീയതി വന്നപ്പോൾ മാർക്കറ്റിൽ ഇതിനേക്കാൾ വില കുറവാണെന്ന് മനസ്സിലായി. 10 രൂപയ്ക്കാണ് നിങ്ങൾ ഇതിൻ്റെ നിന്ന് വാങ്ങിക്കണേ, അല്ലെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് എഴുതണേ. അന്നത്തെ ദിവസം മാർക്കറ്റിൽ ഇതിന് 8 രൂപ വിലയുള്ളൂ ഈ പേനയ്ക്ക്. സോ ആ ഡേറ്റ് വരെ ഞാൻ ഇതും കാത്തുകൊണ്ടിരിക്കണേ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കണേ. സോ നിങ്ങൾ മാർക്കറ്റിൽ നോക്കിയപ്പം 8 രൂപയുള്ളൂ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ഇത് ഓപ്ഷനാണ്, അല്ലേ? ഇത് ഓപ്ഷനാണ്. സോ ഇത് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്ന് നിർബന്ധമില്ല, നിങ്ങളിത് വേണ്ടാന്ന് വയ്ക്കുന്നു. ഇതാണ് ഓപ്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ്. സോ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളിത് വാങ്ങിക്കും എന്ന് പറഞ്ഞ് അടുത്ത വർഷം വരെ, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് വരെ ഞാൻ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? സോ എനിക്ക് ഇതിനകത്തുള്ള ലാഭം എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ. ഇപ്പം ഇതാണ് ഒരു ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഇതാണ് ഒരു അണ്ടർലൈയിങ് അസറ്റ് എന്ന് വിചാരിക്കുക. അതെ, ഇത് അണ്ടർലൈയിങ് അസറ്റും ഇത് അതിൻ്റെ ഡെറിവേറ്റീവാണ്, ഓപ്ഷനുമാണ്. മനസ്സിലായി? ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഈ ഓപ്ഷനാണ്. 10 രൂപയുടെ ഈ പേന നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് 2 രൂപയ്ക്ക് നിങ്ങൾ ഇതെനിക്ക്, അല്ലെങ്കിൽ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. പറയുന്ന എക്സാമ്പിൾ മനസ്സിലാക്കണേ. അടുത്ത മാസം ഇത്ര ഡേറ്റിന് 10 രൂപയ്ക്ക് ഈ സാധനം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സാധനം എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപയ്ക്ക് വാങ്ങിക്കാം. ദാറ്റ് മീൻസ് അടുത്ത മാസം ഈ ഡേറ്റിൽ, ആ എക്സ്പയറി ആവുന്ന ഡേറ്റിൽ നിങ്ങൾ ഈ പറയുന്ന ഡെറിവേറ്റീവ് ആയിട്ട് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ, ഈ അസറ്റ് ഞാൻ തരാം. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഭാവിയിൽ ഒരു വില തീരുമാനിക്കുന്നു, ആ വിലയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിൽക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാം. നിങ്ങൾ ഇതിനെ ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി, ഈ ഒരു ടോപ്പിനെ. മനസ്സിലായോ? ഇത് 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരാം, ഇത് ഞാൻ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് തരാം, നോ ഡൗട്ട്. പക്ഷേ ഇപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപയ്ക്ക് വാങ്ങിക്കും. ഇതൊരു റൂൾ അല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരണേ. ഇതിനൊരു റൂളായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപയ്ക്ക് വാങ്ങിക്കുക, അതായത് 2 രൂപ ഇപ്പോൾ എനിക്ക് തന്നിട്ട് നിങ്ങൾ ഈ ടോപ്പുമായിട്ട് നിങ്ങൾ പൊക്കോ, അല്ലെങ്കിൽ ഈ ഓപ്ഷനുമായിട്ട് നിങ്ങൾ പൊക്കോ. ഇത് എക്സ്പയറി ആവുന്ന ഡേറ്റിനകത്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാപ്സ് ആവും, വേണ്ടാന്ന് വെക്കാം. എക്സസൈസ് ചെയ്യേണ്ട. ഓക്കെ, ദാറ്റ് മീൻസ് ഈ കോൺട്രാക്ട് എക്സസൈസ് ചെയ്യേണ്ട, ഇത് ലാപ്സ് ആവും, ലാപ്സ് ആയിക്കോട്ടെ. ഇനി എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷനുമായിട്ട് എൻ്റെ അടുത്ത് വരണം, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഓപ്ഷനുമായിട്ട് നിങ്ങൾ തരണം. നിങ്ങൾ വന്നാൽ ഓക്കെ, ഐ എം റെഡി, ഞാൻ തരാം, നിങ്ങൾ വെച്ചോ. ഓക്കെ, ഇതാണ് ഓപ്ഷൻ്റെ പ്രോസസ്സ്. ഇനി ഈ പ്രോസസ്സിനകത്ത് നമുക്ക് കയറി വരുന്നത് 2 ആൾക്കാരാണ്. ഒന്ന്, ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ, ശ്രദ്ധിച്ചിരിക്കണേ.
ഓപ്ഷനകത്ത് രണ്ട് പാർട്ടീസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഹോൾഡർ ഓർ ബയർ എന്ന് പറയാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് റൈറ്റർ ഓർ സെല്ലർ. ഇങ്ങനെ രണ്ട് പാർട്ടീസ് ആണ് ഓപ്ഷനകത്തുള്ളത്. ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഞാനാണ് റൈറ്റർ അല്ലെങ്കിൽ ഞാനാണ് സെല്ലർ. ഞാനാണ് നിങ്ങൾക്ക് എന്ത് തരുന്നത്? ഓപ്ഷൻ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഡേറ്റ് വരെ നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാം. നിങ്ങളാണ് എൻ്റെ ഓപ്ഷൻ ബൈ. സോ കൺഫ്യൂസ് ആവരുത്. ആ അണ്ടർലൈങ് അസറ്റിനെ കുറിച്ചല്ല നമ്മൾ പറയണേ. ഈ പേനയെ കുറിച്ചല്ല നമ്മൾ പറയണേ. ഇതിൻ്റെ ടോപ്പ് ഈ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് പറയണേ. മനസ്സിലായി? ഇവിടെ ഞാനാണ് ഈ ഓപ്ഷൻ്റെ സെല്ലർ. ഞാനാണ് ഓപ്ഷൻ്റെ സെല്ലർ. ഓക്കെ, ദാറ്റ് മീൻസ് ഓപ്ഷൻ്റെ റൈറ്റർ എന്ന് പറയും. നിങ്ങളാണ് ഇതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളെ എന്തെന്ന് പറയാം? ബയ്യർ എന്ന് പറയാം, ഹോൾഡർ എന്ന് പറയാം. ഓപ്ഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാം കണക്ട് ചെയ്ത് തന്നെ ചിന്തിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. കണക്ട് ചെയ്ത് തന്നെ ചിന്തിക്കണം. ഓപ്ഷൻ രണ്ട് തരത്തിലാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കോൾ ഓപ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് പുട്ട് ഓപ്ഷൻ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ ആണുള്ളത്. മനസ്സിലായോ? ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കോൾ ഓപ്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് പുട്ട് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾ ഹോൾഡർ ആണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് കോൾ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നത് റൈറ്റ് ടു ബൈ ആണ്. റൈറ്റ് ടു ബൈ പറഞ്ഞ മനസ്സിലാവണ്ടോ? ഓക്കെ, ആ എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോയാൽ മതി. നോക്കേ, ഈ ടോപ്പ് നിങ്ങൾ 2 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പോയി. നിങ്ങൾ ഹോൾഡറും ഞാൻ റൈറ്ററുമാണ്. സോ ഇത് കോൾ ഓപ്ഷൻ ആണെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിനകത്ത് നിങ്ങൾക്ക് ഈ അസറ്റ് വാങ്ങിക്കാനുള്ള എന്തുണ്ടാവും? റൈറ്റ് ടു ബൈ ഉണ്ടാവും. ഈ അസറ്റ് വാങ്ങിക്കാനുള്ള റൈറ്റ് ഞാൻ നിങ്ങൾക്ക് തരും. കൺഫ്യൂസ് ആവരുത്. ഒരിക്കൽ കൂടെ, ഇത് കോൾ ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ക്യാപ്പ് കോൾ ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ കോൾ ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യണം. സോ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ കോൾ ഓപ്ഷന്റെ സെല്ലർ ഞാനും ബയ്യർ നിങ്ങളുമാണ്. മനസ്സിലായി? ഈ കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവകാശം എന്താ? റൈറ്റ് ടു ബൈ. നിങ്ങൾക്ക് ഫ്യൂച്ചർ ഡേറ്റിനകത്ത് ഇത് വാങ്ങിക്കാൻ, ഈ അണ്ടർലൈങ് അസറ്റ് വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ടാവും. മനസ്സിലായി? നിങ്ങൾ അങ്ങനെ വാങ്ങിക്കാൻ വന്നാൽ ആസ് എ സെല്ലർ എനിക്ക് എന്ത് ചെയ്യണം? ഒബ്ലിഗേഷൻ ടു സെൽ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഞാനൊരു റൈറ്റ് തരികയാണ്. ആ റൈറ്റും കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ ചെയ്യും. ഒബ്ലിഗേഷനാണ്, എൻ്റെ ഒബ്ലിഗേഷനാണ്. നിങ്ങൾ വരുവാണെങ്കിൽ മതി. നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ വരണ്ട. മനസ്സിലായി? നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ട. നിങ്ങൾക്ക് ലാഭമാണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ മതി. ആൻഡ് ദ സെക്കൻഡ് വൺ, നിങ്ങൾ വാങ്ങിക്കുന്നത് പുട്ട് ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. പുട്ട് ഓപ്ഷൻ. സോ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച്, ഇത് പുട്ട് ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ നമ്മളൊരു ഓപ്ഷനിൽ എൻ്റർ ചെയ്യുകയാണ്. ഈ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഇതിനകത്ത് വരുന്നത് എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് റൈറ്റ് ടു സെൽ ആണ്. റൈറ്റ് ടു സെൽ. അതായത് ചെറിയൊരു വ്യത്യാസം വരും. ഇപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റ് എൻ്റെ കയ്യിലല്ല. മനസ്സിലായി? ഇപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റ് എൻ്റെ കയ്യിലല്ല. നിങ്ങൾ ഈ ക്യാപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ടാവുകയാണ്. എന്താണെന്നറിയാമോ? ഒരു ഫ്യൂച്ചർ ഡേറ്റിനകത്ത്, ഒരു പ്രൈസിനകത്ത് നിങ്ങൾ ഇതെനിക്ക് സെയിൽ ചെയ്തോളാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ സെയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തുണ്ടാവും? ഒബ്ലിഗേഷൻ ടു ബൈ. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ ഈ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഓപ്ഷൻ കോൺട്രാക്ട് വാങ്ങിച്ചു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓപ്ഷൻ കോൺട്രാക്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ ഡേറ്റിനകത്ത് ഇതെനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് റൈറ്റ് ടു സെൽ ആണ്. നിങ്ങൾ അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി വന്നാൽ ഞാനിത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ. ഒബ്ലിഗേഷൻ ടു ബൈ. ഓക്കെ, കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് കയറി പോകുമ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ വേണ്ട. അതായത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന അണ്ടർലൈങ് അസറ്റ് തന്നെ വേണ്ട. ഓക്കെ, ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. ദാറ്റ് മീൻസ് ഭാവിയിൽ ഒരു അസറ്റിന്റെ വാല്യൂ ഇത്ര രൂപയായേക്കാം.
ഒരിക്കൽ കൂടെ, ഭാവിയിൽ ഒരു അസറ്റിന്റെ വാല്യൂ ഇത്രയും രൂപ ആയേക്കാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ് എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്യൂച്ചറിൽ ഇത്ര രൂപയായേക്കാം. മനസ്സിലായോ? നമുക്ക് യാതൊരുവിധ ഉറപ്പില്ല. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതാ ഫ്യൂച്ചറിൽ ഇതിന് ഈ പറയുന്ന ഡെറിവേറ്റീവ്സിന് ഫ്യൂച്ചറിലെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഇൻ മാർക്കറ്റ്സ്, മാർക്കറ്റിലെ വാല്യൂ 10 രൂപയാണെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കണേ. ഇവിടെ നമ്മുടെ എക്സസൈസ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ, ഹിയർ എക്സസൈസ് പ്രൈസ് മീൻസ് ആ എഗ്രിമെന്റിനകത്ത് എഴുതിയിരിക്കുന്ന പ്രൈസ്, ആ എക്സസൈസ് പ്രൈസിനേക്കാൾ. ഓക്കെ, ദാറ്റ് മീൻസ് ഇത് രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഏത് തീരുമാനിക്കണേ, കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കണേ. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വന്ന് ഒരു കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ വാങ്ങിക്കുന്ന നേരത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒന്ന്, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ്, നമ്മൾ വിചാരിച്ച മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇത്രയും രൂപയായേക്കാം. ഇനി അതും ഏതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, ഈ നമ്മൾ രണ്ടുപേരും നമ്മൾ എഴുതുന്ന എഗ്രിമെന്റിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എക്സസൈസ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ഡിസിഷനിലോട്ട് എത്താം. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം, നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ എടുക്കണോ പുട്ട് ഓപ്ഷൻ എടുക്കണോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലിരുന്നാൽ മാത്രം മതി. സോ ഫ്രം ദ ബിഗിനിങ് നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എക്സസൈസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓപ്ഷനെ നമുക്ക് രണ്ടായിട്ടാണ് തരംതിരിക്കണേ. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഹോൾഡർ. രണ്ട് പാർട്ടീസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഹോൾഡർ ഓർ ബയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് റൈറ്റർ ഓർ സെല്ലർ. ഇനി 2 ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കോൾ ഓപ്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ, റൈറ്റ് ടു ബൈ അല്ലെ. നിങ്ങൾ റൈറ്റ് ടു ബൈ ആയിട്ട് വരുവാണെങ്കിൽ ഞാൻ ഒബ്ലിഗേഷൻ ടു സെൽ എനിക്ക്. ഇനി പുട്ട് ഓപ്ഷനാ, നിങ്ങൾ എനിക്ക് വിൽക്കും, ഞാൻ അത് വാങ്ങിച്ചേ പറ്റും, റൈറ്റ് ടു ബൈ. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. ഇത് തീർന്നിട്ടില്ല കേട്ടോ, 2-3 ഞാൻ പറയാം. ഒന്ന്, എക്സസൈസ് പ്രൈസ്, ദാറ്റ് മീൻസ് ആ എഗ്രിമെന്റിനകത്ത് എഴുതിയിരിക്കുന്ന പ്രൈസ്. 2, എക്സ്പെക്റ്റഡ് പ്രൈസ്. എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൈസാ, ഭാവിയിൽ അത്ര ആയേക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. സോ നോക്കിയേ, ഫസ്റ്റ് വൺ എക്സസൈസ് പ്രൈസ് 150, പക്ഷേ നമ്മളത് ഭാവിയിൽ എത്ര രൂപയാവും എന്നാണ് വിചാരിക്കണേ, 160 രൂപയാവും എന്നാണ് വിചാരിക്കണേ. സോ നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു പ്രൊഡക്റ്റ് എക്സസൈസ് പ്രൈസ് ആയിട്ട് 150 രൂപയാണ് എഴുതിയിരിക്കണേ. അത് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് കിട്ടും? അന്നത്തെ ദിവസം 160 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യും? റൈറ്റ് ടു ബൈ ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് 150 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കണം. ആണോ? റൈറ്റ് ടു സെൽ ആണെങ്കിലോ എനിക്കിത് 150 രൂപയ്ക്ക് വിൽക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ, എക്സസൈസ് പ്രൈസ് ദാറ്റ് മീൻസ് ഞാനും നിങ്ങളും നമ്മൾ എഴുതിയിരിക്കുന്ന എഗ്രിമെന്റിനകത്തുള്ള പ്രൈസ് എന്ന് പറയുന്നത് 150 രൂപയാണ്. നമ്മൾ അന്നത്തെ ദിവസം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 160 രൂപയാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ കോൾ ഓപ്ഷൻ സ്വീകരിക്കാം, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സ്വീകരിക്കാം. നിങ്ങൾ കോൾ ഓപ്ഷൻ ആണ് സ്വീകരിക്കുന്നതെങ്കിൽ റൈറ്റ് ടു ബൈ ആണ്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം, റൈറ്റ് ടു ബൈ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മാർക്കറ്റിൽ 160 രൂപ ഉണ്ടാവുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കണേ. ആണോ? മാർക്കറ്റിൽ 160 രൂപയ്ക്കുള്ള സാധനം എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുമോ? ഇല്ല. സോ അവിടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാൻ നിങ്ങൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് അന്നത്തെ ദിവസം 160 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് 180 രൂപയ്ക്ക് വിൽക്കും അല്ലെ. എനിക്ക് നിങ്ങൾ വിൽക്കും. ദാറ്റ് മീൻസ് റൈറ്റ് ടു സെൽ. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? പുട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യും. പറയുന്നത് മനസ്സിലാവണോ നിങ്ങൾക്ക്? ഓക്കെ, അതായത് എക്സ്പെക്റ്റഡ് പ്രൈസും എക്സസൈസ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നത് പോലെ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണമെന്ന് അറിയണം. ഒരു ഡേറ്റും കൂടെ ഇട്ടാൽ ക്ലാരിഫൈ ആവും. 1 ജാനുവരി 2020, 2020 കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. 1/1/2020 ഞാൻ ഓപ്ഷൻ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണേ. എനിക്ക് പുട്ട് ഓപ്ഷനോ കോൾ ഓപ്ഷനോ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരു പ്രൊഡക്റ്റിന്റെ ഞാൻ വിൽക്കാനോ വാങ്ങിക്കാനോ വെച്ചിരിക്കുന്നത് 180 രൂപയ്ക്കാണ്. പക്ഷേ ഇത് എക്സ്പയറി ആവുന്നത് 31/12/2020, ഒരു വർഷം. ആ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ 160 രൂപയാണ്.
സോ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ 150 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 160 രൂപയ്ക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ വിൽക്കാം. ചെയ്യോ? മണ്ടത്തരവാ, 20 രൂപ നഷ്ടം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 160 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 150 രൂപയ്ക്ക് എനിക്ക് വിൽക്കാം. റൈറ്റ് ടു സെൽ. നിങ്ങൾ വിറ്റാൽ ഞാൻ വാങ്ങിക്കണം അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ സ്വീകരിക്കാം? പുട്ട് ഓപ്ഷൻ സ്വീകരിക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ, എക്സസൈസ് പ്രൈസ് 125 രൂപ. സോറി, എക്സസൈസ് പ്രൈസ് 125 രൂപയാ. എക്സ്പെക്റ്റഡ് സെയിം 125 രൂപ. 125 രൂപയ്ക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് 125 രൂപയ്ക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് 125 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ 125 രൂപയ്ക്ക് വിൽക്കുകയോ ചെയ്യാം. ചെയ്യോ? ദാറ്റ് മീൻസ് എക്സസൈസ് പ്രൈസും എക്സ്പെക്റ്റഡ് പ്രൈസും ആണെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ഓപ്ഷൻസും സ്വീകരിക്കില്ല. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഒരു രീതിയിലുള്ള ഓപ്ഷൻസും നിങ്ങൾ സ്വീകരിക്കില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് റൂൾ പറയാതെ ഈ ഡിജിറ്റ് പറയുന്നത് പെട്ടെന്ന് ക്ലാസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓപ്ഷൻ നമ്പർ 3, എക്സസൈസ് പ്രൈസ് 160 രൂപയും എക്സ്പെക്റ്റഡ് പ്രൈസ് 175 രൂപയാണ്. ജനുവരി 1-ാം തീയതി 160 രൂപയാണ് എക്സസൈസ് പ്രൈസ്. പക്ഷേ 31-ാം തീയതി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില എത്രയാണ്? 175 രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് 175 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് 160 രൂപയ്ക്ക് വിൽക്കുമോ? എനിക്ക് വിൽക്കുമോ? ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? 160 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ അത് എത്ര രൂപയ്ക്ക് വിൽക്കും? 175 രൂപയ്ക്ക് വിൽക്കും അല്ലേ? അതായത് 160 രൂപയ്ക്ക് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 160 രൂപയ്ക്ക് ഇത് വാങ്ങിക്കും. എൻ്റെ കയ്യിൽ നിന്ന് 160 രൂപയ്ക്ക് ഇത് വാങ്ങിക്കും. ദാറ്റ് മീൻസ് കോൾ ഓപ്ഷൻ, റൈറ്റ് ടു ബൈ. മനസ്സിലായോ? ചെയ്ത കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ, ഫോർത്ത് വൺ, ഒന്ന് പറഞ്ഞു നോക്കി. 170 155. 155 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. 155 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 170 രൂപയ്ക്ക് എനിക്ക് വിൽക്കാം. എന്നാലേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. സോ ഇവിടെ ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാം? പുട്ട് ഓപ്ഷൻ സ്വീകരിക്കാം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, 150 160. ഇത് രണ്ടും എക്സ്പെക്റ്റഡ് ആട്ടോ, നമ്മളെ ഫ്യൂച്ചറിലോട്ട് കടന്നിട്ടില്ല. ഇത് രണ്ടും ജനുവരി 1-ാം തീയതി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണേ. സോ നോക്കിയേ, 160 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 150 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് വിൽക്കില്ലല്ലോ. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയ്ക്ക് ഇത് വാങ്ങിക്കും, എന്നിട്ട് മാർക്കറ്റിൽ 160 രൂപയ്ക്ക് വിൽക്കും. സോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇറ്റ്സ് കോൾ ഓപ്ഷൻ. മനസ്സിലായി? അടുത്തത് 110 110 ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യില്ല? 110 ആണെങ്കിൽ എന്ത് ചെയ്യില്ല? നമ്മൾ ഓരോ ഓപ്ഷനും സ്വീകരിക്കില്ല. ചെയ്യില്ലല്ലോ. അടുത്തത് 150 155. സോ ആലോചിച്ച് നോക്കി, എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ 155 രൂപയ്ക്ക് വിൽക്കും. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ എടുക്കുന്നത് എന്ത് ഓപ്ഷൻ ആയിരിക്കും? കോൾ ഓപ്ഷൻ ആയിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. റൈറ്റ് ടു ബൈ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, 170 160. 160 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 170 രൂപയ്ക്ക് എനിക്ക് വിൽക്കാം. ഇറ്റ്സ് കോൾ, എനിക്ക് സെയിൽ ചെയ്യാം. നിങ്ങൾ സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ആണ് വാങ്ങിക്കണേ. ഇറ്റ്സ് കോൾ പുട്ട് ഓപ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ, 95 രണ്ട് 95 ആണ്. നമ്മൾ എന്ത് ചെയ്യില്ല? ഒരു തരത്തിലുള്ള ഓപ്ഷനും സ്വീകരിക്കില്ല. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? സോ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ കോൾ ഓപ്ഷൻ എടുക്കണോ പുട്ട് ഓപ്ഷൻ എടുക്കണോ. ഇത് എക്സസൈസ് ചെയ്യണമെന്ന് പിന്നെയാണ്. അത് എപ്പോഴാണ് നമ്മൾ തീരുമാനിക്കണേ? ഡിസംബർ 31-ാം തീയതി തീരുമാനിക്കണേ. ഇപ്പം നമ്മൾ എന്ത് മാത്രമേ തീരുമാനിക്കുന്നുള്ളൂ? നിങ്ങൾ കോൾ ഓപ്ഷൻ എടുക്കണോ പുട്ട് ഓപ്ഷൻ എടുക്കണോ എന്നുള്ള കാര്യം മാത്രമേ തീരുമാനിക്കുള്ളൂ. മനസ്സിലായി? സോ നമ്മളൊക്കെ പറയുന്ന റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് പറയുന്ന റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ സിമ്പിളായിട്ട് എഴുതാം. റൈറ്റ് ടു താൽക്കാലികമായിട്ട് നമ്മൾ ഏത് റൈറ്റ് എടുക്കുമെന്ന് മാത്രമാണ് നോക്കണേ. ഇവിടെ രണ്ട് ഓപ്ഷൻ വരും. കോൾ ഓപ്ഷനും വരും, പുട്ട് ഓപ്ഷനും വരും. ഓക്കെ. കോൾ ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ റൈറ്റ് ടു ബൈ ആണ് എടുക്കണേ അല്ലേ? പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ റൈറ്റ് ടു സെല്ലാണ് എടുക്കണേ. ഇങ്ങനെ രണ്ട് റൈറ്റ് നമ്മൾ എടുക്കണം. രണ്ട് റൈറ്റ് എടുക്കുമ്പോൾ ഇവിടെ നോക്കേ, റൈറ്റ് ടു ബൈ ആണ് എടുക്കുന്നതെങ്കിൽ ഏത് കൂടുതലായിരിക്കണം? ഇതാ നമ്മളിവിടെ നോക്കിയാൽ മതി. ഏത് കൂടുതലായിരിക്കണം? രണ്ട് പ്രൈസുകളാണ്. ഒന്ന് എക്സൈസ് പ്രൈസും
എക്സ്പെക്റ്റഡ് പ്രൈസ്. ദാറ്റ് മീൻസ് ഇതിനെ വേണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും. അന്നത്തെ ദിവസം അല്ല കേട്ടോ, ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ് അല്ല, കൺഫ്യൂസ് ആവരുത്. എന്ത് ചെയ്യണം, എന്ത് പറയണം, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസാണ്, വേണമെങ്കിൽ EMP എന്ന് കേട്ടോ, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ്. ഇവിടെ എക്സസൈസ് പ്രൈസ്. സോ ഫസ്റ്റ് സിറ്റുവേഷനിൽ എക്സസൈസ് പ്രൈസ് ആണ് എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലെങ്കിൽ, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് എക്സസൈസ് പ്രൈസ് എങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് എക്സസൈസ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. ദാറ്റ് മീൻസ് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തെടുക്കാം, പുട്ട് ഓപ്ഷൻ സ്വീകരിക്കും. ഇനി നേരെ തിരിച്ച് എക്സസൈസ് പ്രൈസ് ആണ് കുറവ് ഏതിനേക്കാൾ, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണ് എക്സസൈസ് പ്രൈസ് എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാം. ഇറ്റ്സ് കോൾഡ് കോൾ ഓപ്ഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു റൂളിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇങ്ങനെ ഒരു റൂളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിജിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ചെയ്ത കാര്യം മനസ്സിലായല്ലോ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് ഓപ്ഷനാണ്. ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പിന്നീടാണ്, ഭാവിയിലാണ് അല്ലേ. അന്നത്തെ ദിവസത്തെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ട് മാത്രം തീരുമാനിച്ചാൽ മതി. പക്ഷേ ഈ ഓപ്ഷൻ അവൈലബിൾ ആവുന്ന ഡേറ്റിൽ, ദാറ്റ് മീൻസ് 1 ജാനുവരി 2020 നമ്മൾ ഏത് ഓപ്ഷൻ സ്വീകരിക്കണം എന്നറിയാൻ നമുക്ക് 2 വാല്യൂസിന്റെ പുറകെ പോയേ പറ്റൂ. ഏതൊക്കെയാ? ഒന്ന് എക്സ്പെക്റ്റഡ് പ്രൈസ്, അന്നത്തെ ദിവസം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് പ്രൈസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇറ്റ്സ് കോൾഡ് എക്സസൈസ് പ്രൈസ്. ഓക്കെ, രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പയ്യനെ 31 ഡിസംബറിലോട്ട് പോവാം, 2020. സോ 31-ാം തീയതി, ഡിസംബർ മാസം 31-ാം തീയതി രാവിലെ നിങ്ങളുടെ കയ്യിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. മനസ്സിലായല്ലോ? 31-ാം തീയതി, ഡിസംബർ മാസം 31-ാം തീയതി നിങ്ങളുടെ കയ്യിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ഓപ്ഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസത്തെ ഏതും കൂടെ നോക്കും, ആക്ച്വൽ പ്രൈസും കൂടെ നോക്കും. എന്നിട്ടല്ലേ തീരുമാനിക്കുള്ളൂ. അന്നത്തെ ദിവസത്തെ ആക്ച്വൽ പ്രൈസും കൂടെ നിങ്ങൾ നോക്കും. ഓക്കെ, സോ നോക്കാം. അതായത് അന്നത്തെ ദിവസത്തെ ആക്ച്വൽ പ്രൈസ് ആദ്യത്തെ കേസിൽ 150 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ എന്ത് ഓപ്ഷനാണ്? നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ എന്ത് ഓപ്ഷനാണ്? പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ റൈറ്റ് ടു സെൽ അല്ലേ. അതായത് നമ്മൾ പ്രതീക്ഷിച്ചത് 160 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 180 രൂപയ്ക്ക് എനിക്ക് വിൽക്കാം എന്ന് പറഞ്ഞ് 20 രൂപ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ എടുത്ത് സ്വീകരിച്ചത്. പക്ഷേ അന്നത്തെ ദിവസം മാർക്കറ്റിൽ നോക്കിയപ്പോൾ മാർക്കറ്റിൽ 160 രൂപ അല്ല, മാർക്കറ്റിൽ 160 രൂപ അല്ല, മാർക്കറ്റിൽ 180 രൂപ തന്നെയാണ്. സോ 180 രൂപയ്ക്ക് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 180 രൂപയ്ക്ക് തന്നെ എനിക്ക് വിൽക്കാൻ നിൽക്കുമോ? ഇല്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ കോൺട്രാക്ട് എന്താണെന്ന് പറയാം, ലാപ്സ് ചെയ്ത് പോകും. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ല, നമ്മൾ ഒരു തരത്തിലുള്ള ഓപ്ഷൻസും എടുക്കുന്നില്ല. മൂന്നാമത്തേനകത്ത് 155 രൂപയാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മൾ പ്രതീക്ഷ എന്താ, 175 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും അല്ലേ, എന്നിട്ട് 160 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, എന്നിട്ട് ആ സാധനം 175 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഓപ്ഷൻ എടുത്തേ, കോൾ ഓപ്ഷൻ എടുത്തേ. വൺസ് അഗൈൻ 160 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, എന്നിട്ട് ആ സാധനം മാർക്കറ്റിൽ 175 രൂപയ്ക്ക് വിൽക്കാം. അതുകൊണ്ടാണ് കോൾ ഓപ്ഷൻ എടുത്തേ. പക്ഷെ നോക്കിയേ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 160 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മാർക്കറ്റിൽ വിറ്റാൽ ഇതിന് എത്ര രൂപ കിട്ടുള്ളൂ? 155 രൂപ കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യോ? നമ്മൾ ചെയ്യില്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഈ കോൺട്രാക്റ്റിനെ നമുക്ക് എന്താണെന്ന് പറയാം, ലാപ്സ് ആണെന്ന് പറയാം. തേർഡ് സൈഡ്, മൂന്നാമത്തെ, 4 നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തേ. ഓക്കെ, 170, 155, 160 നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തേ. പുട്ട് ഓപ്ഷൻ റൈറ്റ് ടു സെൽ അല്ലേ, 155 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 170 രൂപയ്ക്ക് എനിക്ക് വിൽക്കാം എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് പുട്ട് ഓപ്ഷൻ എടുത്തത്. അന്നത്തെ ദിവസം മാർക്കറ്റിൽ 160 രൂപയേ ഉള്ളൂ. സോ 160 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 170 രൂപയ്ക്ക് എനിക്ക് വിൽക്കാം. ഇവിടെ നമ്മൾ 15 രൂപയുടെ ലാഭം പ്രതീക്ഷിച്ചു, പക്ഷേ ഇവിടെ എത്ര രൂപ ലാഭം കിട്ടുള്ളൂ? 10 രൂപ കിട്ടുള്ളൂ. 10 10 നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം. മനസ്സിലായോ? അടുത്ത നെക്സ്റ്റ് വൺ 150, 160. തന്നെയാണ്. നമ്മൾ വിചാരിച്ച എന്തായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ 160 രൂപയ്ക്ക് വിൽക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തത്
അല്ലേ? പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങിച്ചാലും മാർക്കറ്റിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ? 150 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനെ ലാപ്സ് ആക്കാം, വേണ്ടാന്ന് വെക്കാം. അടുത്തത് 110 തന്നെയാണ്, വേണ്ട, ലാസ്റ്റ് വേണ്ട. ഓക്കെ, കോൾ ഓപ്ഷൻ എടുത്തു. നെക്സ്റ്റ് വൺ, കോൾ ഓപ്ഷൻ എടുത്തത് 150 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 155 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ കോൾ ഓപ്ഷൻ എടുത്തത്. പക്ഷേ മാർക്കറ്റിൽ അന്നത്തെ വാല്യൂ നോക്കിയപ്പോൾ 165 രൂപയുണ്ട്. മനസ്സിലാക്കേ? 150 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 155 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്, കോൾ ഓപ്ഷൻ എടുത്തത്. പക്ഷേ മാർക്കറ്റിൽ 155 അല്ല, എത്ര വിലയുണ്ട്? 165 രൂപയുണ്ട്. സോ നമുക്ക് ഇത് എന്ത് ചെയ്യാം? നമ്മുടെ ലാഭം കൂടും, നമുക്ക് എക്സസൈസ് ചെയ്യാം, അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് വൺ, പുട്ട് ഓപ്ഷൻ. 160 രൂപയ്ക്ക് മാർക്കറ്റിൽ വാങ്ങിച്ചിട്ട് 170 രൂപയ്ക്ക് എനിക്ക് വിൽക്കാം എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ അന്നത്തെ ദിവസം മാർക്കറ്റിൽ 180 രൂപയായിരുന്നു വിചാരിക്കുക, 180. നിങ്ങൾ പുട്ട് ഓപ്ഷനാണ്, മാർക്കറ്റിൽ നിന്ന് 160 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് 170 രൂപയ്ക്ക് വിൽക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മാർക്കറ്റിൽ അന്നത്തെ ദിവസം എത്ര രൂപ വില? 180 രൂപയുടെ വാല്യൂ. നിങ്ങൾ അത് ചെയ്യുമോ? ഇല്ല. സോ എന്തായി പോവും? ലാപ്സ് ആയി പോവും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഞാൻ ആ ഒരു ഡിജിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഓപ്ഷൻ? ഓപ്ഷന് 2 പേരാണ്, ഹോൾഡറും ബയ്യറും, അല്ലേ? 2 ടൈപ്പ് ഓപ്ഷനാണുള്ളത്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാപ്സ് ആവുന്നതെന്നും പറഞ്ഞു. നോക്കാം, അതിൻ്റെ റൂളും കൂടെ നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ എടുത്തിരിക്കുന്നത് കോൾ ഓപ്ഷൻ ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, അത് എന്താണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ്, നമ്മൾ എക്സ്പെക്റ്റഡ് പ്രൈസിനേക്കാൾ കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ എക്സൈസ് പ്രൈസിനേക്കാൾ കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ തുകയ്ക്ക് എവിടുന്ന് വാങ്ങിക്കാം? ഇവിടുന്ന് വാങ്ങിക്കാം. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഇത് എക്സസൈസ് ചെയ്യാം. നേരെ തിരിച്ചാണ്, മാർക്കറ്റ് പ്രൈസ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? ലാപ്സ് ആയിട്ട്. മനസ്സിലായോ? അതായത് അന്നത്തെ ദിവസത്തെ മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ബൈ ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? കോൾ ഓപ്ഷനാണ്. സോ മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സസൈസ് ചെയ്യുള്ളൂ, കുറവാണെങ്കിൽ ലാപ്സ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ നേരെ തിരിച്ചു വരും, കുറയും എന്നുള്ളതാണ്, അല്ലേ? മാർക്കറ്റിൽ ഇത് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. അതായത് മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് വിൽക്കാം. സോ മാർക്കറ്റിൽ വില കൂടിയാൽ അത് ലാപ്സ് ആയി പോവും, മാർക്കറ്റിൽ വില കുറഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? എക്സസൈസ് ചെയ്യൂ. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഇത് പ്ലീസ് ഇതൊരു നോട്ടിനകത്ത് എഴുതി നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. 2-3 തവണ നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, കേട്ടോ? സോ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഹോൾഡർ ആരാണ്, റൈറ്റർ ആരാണ്, ബയ്യർ ആരാണ്, സെല്ലർ ആരാണെന്ന് പറഞ്ഞു. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യണേന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യണേ അല്ലെങ്കിൽ ലാപ്സ് ചെയ്യണേ എന്ന് പറഞ്ഞു. ഈ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ചെയ്തൊന്ന് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, ബൈ.